വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ വിവാദം തുടരുകയാണ്. വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് ഇന്ന് രംഗത്തെത്തി. നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കാൻ ഇന്ന് ഉപയോഗിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകളാണ്. BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനിക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിലും കിട്ടുന്നുവെന്ന ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് ആർക്ക് നേരെയാണ്? വിഷയം കോൺഗ്രസും മന്ത്രിസഭയും ചർച്ച ചെയ്യും എന്നാണ് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഏകപക്ഷീയ തീരുമാനം ഉണ്ടാകില്ലെന്നാണ് മുല്ലപ്പള്ളി വിശദീകരിക്കുന്നത്. വിഴിഞ്ഞത്ത് സംഭവിക്കുന്നതെന്ത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം വാർത്താ തരംഗത്തിലേക്ക്. സർക്കാർ അനുമതിയില്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയുടെ ഓഹരി കൈമാറിയതിൽ വിവാദം. തുറമുഖ നടത്തിപ്പ് കമ്പനിയുടെ 49% ഓഹരി സർക്കാർ അറിയാതെ ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിൽക്കാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെയാണ് വിവാദത്തിന് കൊടിയേറിയത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൂപ്പർ പവറായ അദാനിക്ക് കേരളത്തിൽ അങ്ങനെ കഴിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി പ്രതികരിച്ചതോടെ രാഷ്ട്രീയ വിവാദം ആളിക്കത്തുകയായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അദാനി കമ്പനിയെ സർക്കാർ അതൃപ്തി അറിയിച്ചെങ്കിലും കരാർ ലംഘനത്തിന് എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് അറിയാനുള്ളത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ നടത്തിപ്പ് ചുമതല അദാനി പോർട്സിനാണ്. തുറമുഖ നടത്തിപ്പിനായി അദാനി പോർട്സ് രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി കൈമാറുന്നതാണ് വിവാദമായിരിക്കുന്നത്. അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ഉപകമ്പനിക്കാണ് വിൽക്കുന്നത്. തുറമുഖ പദ്ധതി സംബന്ധിച്ച് സർക്കാരും അദാനി പോർട്സും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഓഹരി കൈമാറ്റത്തിന് മുമ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ അനുമതി വാങ്ങാതെയാണ് അദാനി ഗ്രൂപ്പ് MSCയുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയമുയരുന്നത്. തുറമുഖത്തിന്റെ നടത്തിപ്പ് കരാറെടുത്ത കമ്പനി സർക്കാരിന്റെ അനുമതി വാങ്ങാതെ അവരുടെ ഓഹരിയിൽ ഒരു ഭാഗം വിദേശ കമ്പനിക്ക് വിറ്റു എന്നത് മാത്രമല്ല VD സതീശൻ സർക്കാരിന് മുന്നിലുള്ള പ്രശ്നം. പ്രതിപക്ഷത്തിന് പിന്നാലെ പാർട്ടി ദേശീയ നേതൃത്വം കൂടി രംഗത്ത് വന്നതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി. അദാനി ഗ്രൂപ്പിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ അദാനിയോട് വിട്ടുവീഴ്ച ചെയ്താൽ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രശ്നം. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തു എന്ന് പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതിന് പിന്നാലെ അനുമതി വാങ്ങാതെയുള്ള ഇടപാടിൽ അദാനി കമ്പനിയെ അതൃപ്തി അറിയിച്ച വിവരം മുഖ്യമന്ത്രി പരസ്യപ്പെടുത്തിയിരുന്നു. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ വികസനം 2ാം ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ നടത്തിപ്പുകാരായ അദാനി പോർട്സിനെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയില്ല. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖ പദ്ധതിയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അഥവാ VISL അദാനി പോർട്സും ചേർന്നാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. എന്താണ് ഈ വിഴിഞ്ഞത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്നതുകൂടി പരിശോധിക്കുമ്പോൾ ഈ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് ഈ തുറമുഖം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, സ്വാഭാവികമായി തന്നെ 20 മീറ്ററോളം ആഴമുള്ള തുറമുഖമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക് അഥവാ മദർഷിപ്പുകൾക്ക് അവിടെ
മണ്ണു മാറ്റി ആഴം കൂട്ടാതെ തന്നെ ഈ തുറമുഖത്തേക്ക് എളുപ്പത്തിൽ കടന്നുവരാനും നങ്കൂരമിടാനും സാധിക്കും എന്നുള്ളതും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സവിശേഷതയാണ്. നിലവിൽ ഇന്ത്യയിലേക്കുള്ള വലിയ ചരക്ക് കപ്പലുകൾ ശ്രീലങ്കയിലെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളിലാണ് അടുക്കുന്നത്. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലാണ് ഇന്ത്യയിലേക്ക് ചരക്കുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ സ്ഥിതി മാറും. ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നടത്താൻ കഴിയും എന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാകുന്നതോടെ അതിൻ്റെ സവിശേഷതയായി വരുന്ന മറ്റൊരു കാര്യം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അഥവാ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥലവും സർക്കാർ ഒരുക്കി നൽകുമ്പോൾ തുറമുഖത്തിൻ്റെ നിർമ്മാണവും നടത്തിപ്പും നിലവിൽ അദാനി ഗ്രൂപ്പിൻ്റെ ചുമതലയാണ്. ഇനിയും എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിയത്, ഈ സ്വപ്ന പദ്ധതിയിലേക്ക് എന്നതുകൂടി പരിശോധിക്കാം. അതിൻ്റെ നാൾവഴികൾ ഇങ്ങനെയാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഉയർന്നു വന്നതാണ്. തിരുവിതാംകൂർ ദിവാൻമാരുടെ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിനായി ആദ്യത്തെ ഔദ്യോഗിക ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 2004 സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 2010 VS സർക്കാരിന്റെ കാലത്ത് ലാൻകോ ഇൻഫ്രാടെക് എന്ന കമ്പനിയെ തെരഞ്ഞെടുത്തുവെങ്കിലും നിയമക്കുരുക്കുകളും കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ അനുമതി ലഭിക്കാത്തതുമാണ് അന്ന് VSന്റെ കാലത്ത് ഈ പദ്ധതി മുടങ്ങാൻ കാരണമായത്. ഇനിയും 2015 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അന്നത്തെ സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പുമായി തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുകയായിരുന്നു. തുടർന്ന് 2015 ഡിസംബർ 5 പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു. 1000 ദിവസം കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കുക എന്നതായിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്ന പ്രാഥമികമായ ലക്ഷ്യം. 2017 നവംബറിലെ ഓഖി ചുഴലിക്കാറ്റ് തുറമുഖ നിർമ്മാണത്തെയും അതിനൊപ്പം തന്നെ പുലിമുട്ട് നിർമ്മാണത്തെയും സാരമായി തന്നെ ബാധിച്ചത് ആ പദ്ധതിക്ക് അന്ന് പ്രതിസന്ധിയായി. 2022 തീരദേശവാസികളും ലത്തീൻ അതിരൂപതയും മത്സ്യത്തൊഴിലാളികളും ഉന്നയിച്ച ആവശ്യങ്ങൾ മുൻനിർത്തി 140 ദിവസത്തോളം നീണ്ടുനിന്ന വലിയ സമരം വിഴിഞ്ഞം പദ്ധതി പ്രദേശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായി. തീരശോഷണവും ഉപജീവനമാർഗം നഷ്ടപ്പെടലും തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു അവരുടെ സമരം അവിടെ നടന്നത്. മാസങ്ങൾ ആ സമരം നീണ്ടു. ഒടുവിൽ സർക്കാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പ്രശ്നപരിഹാരമുണ്ടായത്. അതിനുശേഷമാണ് ഈ പദ്ധതി നിർമ്മാണം പുനരാരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 15 രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തേക്കുള്ള ആദ്യ കൂറ്റൻ ക്രെയിനുകളുമായി ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിടുകയുണ്ടായി. തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ കപ്പലിന്റെ വരവ്. തുടർന്നുള്ള മാസങ്ങളിൽ കൂടുതൽ ക്രെയിനുകൾ, അനുബന്ധ ഉപകരണങ്ങൾ ഇതെല്ലാം വിഴിഞ്ഞത്ത് ആ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേർന്നു. 2024 ജൂലൈ 11 ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളൊന്നായ മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന ആദ്യത്തെ മദർഷിപ്പ് ട്രയൽ റണ്ണിനായി വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നു. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ തുറമുഖത്തിനുണ്ട് എന്ന് ആ ട്രയൽ റണ്ണോടെ വ്യക്തമാവുകയായിരുന്നു. നിലവിൽ കേരളത്തിന്റെ സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ സമാനതകളില്ലാത്ത വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും 10,000-കണക്കിന് തൊഴിലവസരങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. വരും വർഷങ്ങളിൽ 2-3 ഘട്ടങ്ങളുടെ വികസനം കൂടി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറും. ഇത് കേരളത്തെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്സ് വ്യവസായ ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതും നമ്മൾ കാണേണ്ടതാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകി യാഥാർത്ഥ്യത്തിലെത്തിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിവാദ വഴിയിലാണിപ്പോൾ. സർക്കാരുമായുള്ള കരാർ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പിന്റെ നീക്കം. അതാണിപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സർക്കാരും അദാനി ഗ്രൂപ്പും ഒത്തുകളിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. വിവാദം ഭാവിയിൽ തുറമുഖത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുന്നുണ്ട്. 2015 കരാർ പ്രകാരം പ്രവർത്തന സജ്ജമായി 1 വർഷത്തിനു ശേഷം 74% ഓഹരി മറ്റൊരു കമ്പനിക്ക് കൈമാറാമെങ്കിലും അതിന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. എന്നാൽ നിലവിൽ കമ്പനി അനുമതി വാങ്ങിയിട്ടില്ല. അതായത് കരാർ ലംഘിച്ചു. ഈ നടപടി കരാർ ലംഘനമാണെന്ന് സർക്കാർ വിലയിരുത്തുമ്പോൾ
നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് തങ്ങൾ പാലിച്ചതെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ആദ്യം അറിയിക്കേണ്ടത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെയാണ്. ആ നടപടിക്രമമാണ് പൂർത്തിയാക്കിയത്. സെബിയുടെ അനുമതി കിട്ടിയ ശേഷമേ ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കേണ്ടതുള്ളൂ എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ച് തുറമുഖ നടത്തിപ്പുകാരായ അദാനി കമ്പനി സർക്കാരിന് നൽകിയ അപേക്ഷയിൽ അന്തിമ തീരുമാനത്തിലെത്താൻ കടമ്പകളേറെയാണ്. കരാർ അനുസരിച്ച് 26% മുകളിൽ ഓഹരി വിൽക്കുന്നത് ഉടമസ്ഥാവകാശ കൈമാറ്റമായാണ് കണക്കാക്കുക. സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല, വിദേശ നിക്ഷേപം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെയും അനുമതി ലഭ്യമായാലേ ഓഹരി കൈമാറ്റവുമായി കമ്പനിക്ക് മുന്നോട്ടു പോകാനുമാകൂ. സംസ്ഥാന സർക്കാരിന് ലഭിച്ച അപേക്ഷ ആദ്യം പരിശോധിക്കുക ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ്. സമിതിയുടെ ശുപാർശ പരിഗണിച്ചാണ് വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകണമോ എന്ന് മന്ത്രിസഭ തീരുമാനിക്കുക. വിദേശ നിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവടക്കം ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ രാജ്യസുരക്ഷ, പൊതുജന താൽപര്യം തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പരിഗണിച്ചേ സംസ്ഥാന സർക്കാരിന് നിലപാടെടുക്കാനാകൂ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിൽ കരാറിലേർപ്പെടാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. 24 തിരുവനന്തപുരം. വിവാദങ്ങൾ ഇങ്ങനെ ഉയരുന്നു. അദാനി ഗ്രൂപ്പിനും സർക്കാരിനും എതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. കരാർ ലംഘനം നടന്നിട്ടില്ല എന്നവർ വിശദീകരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങിയ ശേഷമേ ഓഹരി വിൽപ്പന പൂർത്തിയാക്കൂ എന്നാണ് സിഇഒയായ അശ്വിനി ഗുപ്ത വ്യക്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖം MSC കമ്പനിയുടെ കുത്തകയാകുമെന്ന ആശങ്കകളും തള്ളുകയാണ് അദാനി ഗ്രൂപ്പ്. സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ MSC കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖ ഓഹരി വിറ്റുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. വിഴിഞ്ഞം ഓപ്പൺ ആക്സസ് തുറമുഖമായി തുടരുമെന്നും ഓഹരി കൈമാറ്റത്തിലൂടെ വിഴിഞ്ഞത്ത് MSCക്ക് കുത്തവകാശം ഉണ്ടാവില്ലെന്നും അദാനി പോർട്ട് CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കി. MSCക്കോ അവരുടെ അനുബന്ധ കമ്പനിക്കോ പ്രത്യേക ബർത്താവകാശങ്ങൾ ഉണ്ടാകില്ല. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പൊതു ഉപയോഗത്തിനുള്ള ടെർമിനലായി തന്നെ തുറമുഖം പ്രവർത്തിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുന്നു. എന്നാൽ ഓഹരി കൈമാറ്റം നടന്നാലും ഉടമസ്ഥാവകാശത്തിൽ മാറ്റമില്ലെന്നും പദ്ധതിയുടെ ഭൂരിപക്ഷ നിയന്ത്രണവും അദാനി പോർട്സിന് തന്നെ ആയിരിക്കുമെന്നുമാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം ഡയറക്ടർമാരെ നിയമിക്കുന്നതും തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും അദാനി പോർട്സ് തന്നെയായിരിക്കും. ഓഹരി കൈമാറ്റത്തിൽ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടില്ലെന്നും ആവർത്തിക്കുകയാണ് അദാനി പോർട്സ്. 24 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ഇന്ന് വന്ന പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. തുറമുഖത്തിന്റെ പകുതി ഷെയർ അദാനിക്ക് വിറ്റു. ഓഹരി വിറ്റാലും ആദായം മുഴുവൻ അദാനിക്കാണ് ലഭിക്കുന്നത്. ഒപ്പം അദ്ദേഹം കരിമണൽ വ്യവസായവുമായി ബന്ധപ്പെട്ടും ഈ വിവാദത്തെ ചേർത്തുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. യഥാർത്ഥത്തിൽ ഓഹരിയെല്ലാം വിൽക്കേണ്ടി വരും ചിലപ്പോഴും. പക്ഷേ അത് ഇന്ന് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മൾ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു താവളം അതാണ് ഈ വിഴിഞ്ഞം സീപോർട്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MSC കമ്പനി ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് വന്നത്. ഇനി ഒരു ബാക്കി കൂടി വാങ്ങിയാൽ എന്തായിരിക്കും സംഭവം? അവരുടെ കയ്യിലേക്ക് പോകും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് മാറും. അത് മാറുന്നത് നമുക്ക് ഗുണമല്ല. അദാനിയെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്നും അദാനിയെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലെന്നും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പ്രതികരിച്ചു. ഈ കാര്യങ്ങളിൽ അദാനിയുടെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടിയെന്നതിൽ കവിഞ്ഞ് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. പിന്നെ ചർച്ച ചെയ്യേണ്ട ഫോറങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് പോകില്ല. ഇത് കോൺഗ്രസ്സാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന്റെ ചെയ്തികൾ രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ അടി എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ അദാനിക്ക് വേണ്ടിയിട്ട് കൊള്ള നടത്താമെന്നുള്ള ഒരു ഗൂഢാലോചന അരങ്ങേറിയിരുന്നു. VD സതീശന് ഒരു ആശയക്കുഴപ്പമില്ല. ഈ മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവച്ചപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകൾ അദ്ദേഹം സ്വന്തം കൈക്കൽ വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തി എന്നൊക്കെ പറയണത് ഇവിടെ വലിയ വാചകമടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചെകിട്ടത്തുള്ള അടിയാണ്.
അദാനി ഗ്രൂപ്പ് ഇപ്പോൾ വിശദീകരണം നൽകുന്നുണ്ട് ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ രാഷ്ട്രീയ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ്, അതിനിടയിലാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. ഈ വിശദീകരണത്തോടെ ഈ വിവാദങ്ങൾക്ക് വിരാമമാകുമോ റിനു? അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കയാണ് നിലവിൽ ഉള്ളത്. ഈ വിവാദം ഇങ്ങനെ കണക്കുമ്പോൾ ഏത് വരെ എത്തുമെന്നുള്ളതാണ് ജനങ്ങൾ പോലും ഒരു ആശങ്കയായി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയുടെ ഓഹരി ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിൽക്കുമ്പോൾ അവർക്ക് കുത്തക അവകാശം ലഭിക്കുമെന്നതായിരുന്നു പ്രധാന ആശങ്ക. എന്നാൽ ഈ ആശങ്ക അദാനി പോർട്സിന്റെ അധികൃതർ തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓഹരി കൈമാറ്റത്തിലൂടെ വിഴിഞ്ഞത്ത് MSCക്ക് കുത്തക അവകാശം ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ അദാനി പോർട്സ് CEO ആയിട്ടുള്ള അശ്വനി ഗുപ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിന്റ് മീഡിയയ്ക്ക് നൽകിയൊരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം ഓപ്പൺ ആക്സസ് തുറമുഖമായി തുടരുമെന്നുള്ളതാണ്. MSCക്കോ അവരുടെ അനുബന്ധ കമ്പനിക്കോ പ്രത്യേക ബർത്തവകാശങ്ങൾ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. കൺസഷൻ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പൊതു ഉപയോഗത്തിനുള്ള ടെർമിനലായി തന്നെ തുറമുഖം പ്രവർത്തിക്കുമെന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖ കമ്പനിയിലെ ഓഹരി കൈമാറ്റം നടന്നാലും ഉടമസ്ഥാവകാശത്തിൽ മാറ്റമില്ലെന്നും അദാനി പോർട്സ് അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പദ്ധതിയുടെ ഭൂരിപക്ഷ നിയന്ത്രണം അദാനി പോർട്ടിനാണെങ്കിലും ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം ഡയറക്ടർമാരെയും നിയമിക്കുന്നതും തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും അദാനി പോർട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. MSCക്ക് യാതൊരുവിധ പങ്കും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളത്. എന്തായാലും ഓഹരി കൈമാറ്റത്തിൽ കമ്പനി കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. നിയമപരമായി നിലനിൽക്കുന്ന ബൈൻഡിംഗ് കരാറില്ലാതെ സംസ്ഥാന സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാത്തതെന്നാണ് അദാനി പോർട്ട് CEO ഈ അച്ചടി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. എന്തായാലും ഇത്തരം വിശദീകരണങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോഴും വിവാദം അങ്ങനെ നിലനിൽക്കുകയാണ്. സർക്കാർ അനുമതിയില്ലാതെ ഈ ഓഹരി എങ്ങനെ വിറ്റു അല്ലെങ്കിൽ എങ്ങനെ വിൽക്കും എന്നുള്ളതാണ് ഈ ചോദ്യം ആയി ഉയരുന്നത്. അതിനൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം പ്രതിപക്ഷവും വലിയ ആരോപണവുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ന് വിഴിഞ്ഞത്ത് MP ഗോവിന്ദൻ അടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ വിഴിഞ്ഞം പോർട്ടിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന വിൽക്കാൻ ശ്രമിക്കുന്ന UDF സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് CPMന്റെ നിലപാട്. ഉന്മേഷ്, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആവർത്തിക്കുകയാണ് അതേസമയം പ്രതിപക്ഷം. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചു. അദാനി ഗ്രൂപ്പ് സെബിക്ക് മുന്നിലും കാര്യങ്ങൾ സുതാര്യമായി അവതരിപ്പിച്ചില്ല എന്നാണ് ആരോപണമായി ഉയരുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഇന്ന് ആരോപണങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ചത് അജീഷ്? ഉന്മേഷ്, ഈ അദാനി ഗ്രൂപ്പിന്റെ ഈ ഓഹരി വിറ്റതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട് എന്നാണ് പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീണ്ടും ആവർത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് ഈ ഓഹരി വിറ്റതെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു ഇടപാട് നടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ചില രേഖകളടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ചില ചട്ടങ്ങൾ, ആ ചട്ടത്തിലെ ക്ലോസുകൾ, അതിൻ്റെ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ഓഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ മാത്രമാണ് സെബിക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് സെബി മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. ഇതിൽ ഒരു അന്വേഷണം വേണം. അതായത് സംസ്ഥാന പൊതു താല്പര്യവും ഒപ്പം തന്നെ ദേശസുരക്ഷയും സംബന്ധിച്ച കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടായി എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് സെബിയോടും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോടും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്, അതായത് ഇത് മുൻകൂട്ടി ഉറപ്പിച്ച ഒരു കച്ചവടമാണെന്നാണ്. കാരണം ഈ ഒരു വിഷയം പുറത്തറിഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ഒരു ഓഹരി വിറ്റ സംഭവം പുറത്തറിഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാർ അതിനെതിരെ ഒരു നിയമോപദേശം തേടുകയോ നിയമപരമായി നേരിടുമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് മുൻകൂട്ടി ഉറപ്പിച്ച ഒരു കച്ചവടമാണെന്ന്. നേരത്തെ തന്നെ VD സതീശൻ ഇക്കാര്യത്തിൽ നിയമസഭയിൽ പറഞ്ഞതാണ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ലെന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ആവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് അദാനിയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടാണ്. അവരുടെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും അദാനിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ സർക്കാർ കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു നിലപാടാണ്, മറ്റൊരു സമീപനമാണ് അദാനിയോട് സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.
ശരി, അജീഷ് ശ്രീകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പിന്നോട്ടില്ല, അവർ ആരോപണങ്ങൾ കടിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം അത്തരത്തിലാണ് ആരോപണങ്ങൾ ഉയർത്തിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുക? എന്താണ് വിവാദത്തിന് അടിസ്ഥാനമായ ഡീൽ? 13,220 കോടിക്ക് MSCക്ക് ഓഹരി കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം കേരളത്തിന് നേട്ടമാണോ കോട്ടമാണോ എന്നുകൂടി ഇനി പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC. അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന AVPPLന്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ MSC സ്വന്തമാക്കുന്നത്. AVPPLന് $285 കോടി, അതായത് ഏകദേശം 27,000 കോടി രൂപ മൂല്യം വിലയിരുത്തി 49% ഓഹരികൾ ഏകദേശം 13,270 കോടി രൂപയ്ക്ക് MSCക്ക് കൈമാറുമെന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അദാനി പോർട്സ് വ്യക്തമാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. 2015 കരാർ പ്രകാരം പ്രവർത്തന സജ്ജമായി 1 വർഷത്തിന് ശേഷം 74% ഓഹരി മറ്റൊരു കമ്പനിക്ക് കൈമാറാമെങ്കിലും അതിന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ കമ്പനി ഈ കരാർ വ്യവസ്ഥ മറികടന്നുവെന്നാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ അടിസ്ഥാനം. വിഴിഞ്ഞം പോർട്ടിന്റെ നിയന്ത്രണമുള്ള അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന AVPPLൽ MSC കമ്പനിക്കുള്ള നിക്ഷേപം കേരളത്തിന് നേട്ടമാണോ അതോ ദോഷമാണോ? MSC കമ്പനി വിഴിഞ്ഞത്തിന്റെ ഭാഗമാകുന്നതോടെ തുറമുഖത്തേക്ക് കൂടുതൽ വൻകിട മദർഷിപ്പുകൾ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മാത്രമല്ല, ഈ ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വൻ തുക തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം. ഇതോടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖം രാജ്യാന്തര കപ്പൽശാലകളോട് ചേർന്ന് കിടക്കുന്നതിനാൽ MSC പോലുള്ള ഭീമന്മാരുടെ പങ്കാളിത്തം വിഴിഞ്ഞത്തെ ദുബായ്, കൊളംബോ തുറമുഖങ്ങളോട് മത്സരിക്കാൻ സജ്ജമാക്കുകയും ആഗോള മാരിടൈം ഹബ്ബ് പദവിയിലേക്ക് വിഴിഞ്ഞത്തെ ഉയർത്തുകയും ചെയ്യും. പിന്നാലെ ചരക്ക് നീക്കം വർദ്ധിക്കുന്നതോടെ ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ ഫ്രേറ്റ് സ്റ്റേഷനുകൾ, വെയർഹൌസുകൾ എന്നിവ വികസിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതോടെ അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ചയും മേഖലയിൽ സാധിക്കും. MSCയുടെ കീഴിലെ TIL ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഓപ്പറേറ്റർമാരിൽ ഒന്നാണ്. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലേറെ കണ്ടെയ്നർ ടെർമിനലുകൾ TIL നിലവിൽ നിയന്ത്രിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നത് കേരളത്തിനും സാമ്പത്തികമായി വലിയ കുതിപ്പേകും. സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിലും ലാഭവിഹിതമായും വൻ വരുമാനം ഇതിലൂടെ ലഭിക്കും. എന്നാൽ നേട്ടങ്ങൾക്കൊപ്പം ചില ദോഷവശങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കുത്തകവത്കരണ ഭീതി. വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകളിൽ ഭൂരിഭാഗവും നിലവിൽ MSCയുടേത് തന്നെയാണ്. തുറമുഖത്തിന്റെ ഓഹരി കൂടി അവർക്ക് ലഭിക്കുന്നതോടെ വിഴിഞ്ഞം ഒരു പ്രത്യേക കമ്പനിയുടെ മാത്രം കുത്തകയായി മാറുമോ എന്നതാണ് പ്രധാന ആശങ്ക. വിപണിയിൽ ഒരു വലിയ ആഗോള കമ്പനി സർവാധിപത്യം സ്ഥാപിച്ചാൽ മറ്റ് ചെറുകിട വൻകിട കപ്പൽ കമ്പനികളും സംരംഭകരും വിഴിഞ്ഞത്തേക്ക് വരാൻ മടിച്ചേക്കും. ഓഹരി കൈമാറ്റം AVPPL കമ്പനിക്കുള്ളിലെ ആഭ്യന്തര ബിസിനസ് കൈമാറ്റം മാത്രമാണ്. അതിനാൽ കൈമാറ്റത്തുകയായ 13,220 കോടിയിൽ നിന്ന് കേരള സർക്കാരിന് നേരിട്ട് വരുമാനം ലഭിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന ഖജനാവിന് തൽക്കാലം ഒരു ഗുണവും ഈ ഓഹരി കൈമാറ്റം കൊണ്ട് ഉണ്ടാകില്ല. മറ്റൊരു പ്രധാന ആശങ്ക വിഴിഞ്ഞത്തിന്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നിർണായക സ്ഥാനമാണ്. തന്ത്രപ്രധാനമായ തീരദേശ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നതിനാൽ കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളുടെ കർശനമായ സുരക്ഷാ അനുമതികൾ ഓഹരി കൈമാറ്റത്തിന് ആവശ്യമാണ്. ഇവിടെ സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ കര, നാവിക, വ്യോമസേനകളും കോസ്റ്റ് ഗാർഡും ലക്ഷ്യമിടുന്നുണ്ട്. സ്ഥലം അനുവദിക്കണമെന്ന് സൈനിക വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതാദ്യമായല്ല അദാനിയും MSCയും തമ്മിൽ തുറമുഖ രംഗത്ത് സഹകരിക്കുന്നത്. നിലവിൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെ 3ാം ടെർമിനലിലും തമിഴ്നാട് ചെന്നൈയിലെ എന്നോറിലും അദാനി ഗ്രൂപ്പും MSCയും തമ്മിൽ സഹകരണമുണ്ട്. പക്ഷേ മുന്ദ്രയിൽ നിന്നും എന്നോറിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ ആദ്യ സ്വാഭാവിക ആഴമുള്ള മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്തേത്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് തുറമുഖം എന്നതും വലിയ നേട്ടമാണ്.
18 മുതൽ 20 മീറ്റർ വരെയാണ് സ്വാഭാവിക ആഴം എന്നത് ലോകത്തെ ഏത് വമ്പൻ കപ്പലിനെയും സ്വീകരിക്കാൻ അനുയോജ്യമാകും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും വിഴിഞ്ഞത്ത് ദ്രുതഗതിയിൽ അദാനി ഗ്രൂപ്പ് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ അവസാനഘട്ട വികസനം 2028 ഡിസംബറിനകം പൂർത്തീകരിക്കണമെന്നാണ് വ്യവസ്ഥ. കരാർ കൃത്യമായി പാലിച്ചാൽ 20 വർഷം അധികമായി തുറമുഖം കൈവശം വയ്ക്കാനുള്ള അർഹതയിലേക്ക് അദാനി പോർട്സ് എത്തും. സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ 2060 അവസാനിക്കേണ്ട കൈവശ കാലാവധി 2080 വരെ നീട്ടിക്കിട്ടും. ഈ ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് അവസാനഘട്ട വികസനം സമയത്ത് പൂർത്തിയാക്കാനായി MSCയുടെ നിക്ഷേപം അദാനി സ്വീകരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. ഇങ്ങനെ പല മാനങ്ങളുണ്ട് ഈ വിവാദത്തിന്. നമ്മോടൊപ്പം ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ വലിയ വിവാദങ്ങളായി ഇത് മാറുന്നുണ്ട്. ഇടപെടൽ, ഓഹരി കൈമാറ്റം, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളെ കാണുന്നത്, ശ്രീ ജോസഫ് സി മാത്യു? ഒന്നാമത് ഉന്മേഷ്, ഇത് ഇപ്പോഴുണ്ടാകുന്ന ഒരു വിവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴുണ്ടാകേണ്ട ഒരു വിവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ഇത്തരം വ്യവസ്ഥകളോടുകൂടിയാണ് ഈ കരാർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ കരാർ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള ഒരു അവകാശം, അദാനി പോർട്സിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള അവകാശം നമ്മൾ ആ കരാറിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഓഹരിയല്ല, വിഴിഞ്ഞം VASLൻ്റെ അതോറിറ്റി എന്ന് പറയുന്ന VASLൻ്റെ ഓഹരിയുമല്ല. അതിൻ്റെ നടത്തിപ്പ് ഏൽപ്പിച്ച് നമ്മളിപ്പോൾ ടെൻഡർ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ഈ കൺസെഷണർ, അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള അദാനി പോർട്സിൻ്റെ ഓഹരിയാണ് അവർ വിൽക്കുന്നത്. അത് വിൽക്കാനായിട്ടുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ കമ്മീഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ അവർ 51% വരെ കൈവശം വെക്കണം. എന്ന് പറഞ്ഞാൽ 49 വരെ വിൽക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമാണെങ്കിൽ 75% വരെ അവർക്ക് വിറ്റഴിക്കാവും എന്നുള്ള ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു അവകാശം അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അതിനൊരു കണ്ടീഷനേ ഉള്ളൂ. അങ്ങനെ വിൽപ്പന നടക്കുന്നത് തീർച്ചയായിട്ടും ഈ അതോറിറ്റിയുടെ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് അതോറിറ്റിയുടെ അതിൻ്റെ കൺട്രോൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത് വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥയുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ അനുമതി കൊടുക്കാതിരിക്കണമെങ്കിൽ 2 കാരണങ്ങൾ മാത്രമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത് അല്ലെങ്കിൽ അതോറിറ്റിക്കുള്ളത്. അതിലൊന്ന് ദേശീയ സുരക്ഷയാണ്, 2 പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഇന്ന കാരണത്താൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അധികം കാലതാമസം വരാതെ ഒരു തീരുമാനം അതോറിറ്റി അവരെ അറിയിക്കും എന്നുമാണ് കരാറിലെ വ്യവസ്ഥ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് അതിന് ശ്രമം നടത്താൻ ഉള്ള അവകാശമുണ്ട്. ആ ശ്രമം നടത്തിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അതോറിറ്റിയെ അറിയിക്കേണ്ടതുണ്ട്. അറിയിച്ച് അവരുടെ അനുമതിയോടുകൂടി മാത്രമേ വിൽപ്പന നടക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് വിൽക്കാൻ കഴിയില്ല. അല്ലാതെ അവർ വിറ്റാൽ അവരുടെ ഈ കരാർ തന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശവും സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതിനവർ മുതിരും എന്ന് ഞാൻ കരുതുന്നുമില്ല. അവർ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കും. സംസ്ഥാന സർക്കാർ ദേശീയ സുരക്ഷയുടെ കാര്യമുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ദേശീയ സുരക്ഷ സംബന്ധിച്ച് എന്ത് മറുപടിയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കിട്ടുക എന്ന് നമുക്കറിയാം. പിന്നെ സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് ഇത് പൊതു താല്പര്യത്തിന് അനുസൃതമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന കാരണത്താൽ പൊതു താല്പര്യത്തിന് അനുസൃതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇത് നിരസിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഏകപക്ഷീയമായി അദാനി കമ്പനിക്ക് അനുകൂലമായ ഒരു കരാറിലാണ് നമ്മൾ അന്ന് തന്നെ ഏർപ്പെട്ടത്. നമ്മൾ മുതൽ മുടക്ക് നോക്കിയാൽ തന്നെ നമുക്കിതറിയാം. നിങ്ങളുടെ ഇൻട്രോ ഞാൻ കേട്ടു. അതിൽ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അങ്ങനെയല്ല കരാറ് രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2500 കോടി രൂപയാണ് ഇതിൻ്റെ 1ാം ഘട്ടത്തിൽ അദാനി പോർട്സ് മുടക്കുന്നത്. ഏതാണ്ട് 80,000 കോടി രൂപയോളം പൊതുപണം നമ്മൾ മുടക്കുന്നിടത്ത് അവിടെ തന്നെ
ഏതാണ്ട് 1650 കോടിയോളം രൂപ നമ്മൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൊടുക്കും. പിന്നീട് വേറൊരു പദ്ധതി, അതായത് ടെൻഡർ നമ്മൾ വിളിച്ചത് പോർട്ട് നടത്തിപ്പിനെ കുറിച്ചാണ്. ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്ന ഈ ബ്രേക്ക് വാട്ടറും ഫിഷിംഗ് ഹാർബറും എല്ലാം കൂടെ ചേർന്ന് വേറൊരു ടെൻഡറും കൂടി വിളിച്ചിരുന്നു. അതിൽ 7-8 കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന തുക ഏതാണ്ട് 700 കോടി ആയിരുന്നു. എക്സാക്റ്റ് അല്ല, 700 കോടിയായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ കരാർ ഇവർക്ക് കൊടുത്തതിന് ശേഷം മറ്റേ കരാർ ബ്രേക്ക് വാട്ടറിൻ്റെയും ഫിഷിംഗ് ഹാർബറിൻ്റെയും ടെൻഡർ നമ്മൾ റദ്ദാക്കി ആ വർക്ക് ഇവർക്ക് കൊടുത്തു, ഫണ്ടഡ് വർക്ക് എന്നുള്ള പേരിൽ. പക്ഷെ കൊടുക്കുമ്പോൾ 1483 കോടിക്കാണ് കൊടുത്തത്. ഈ എസ്കലേഷൻ്റെ 700 കോടിയിൽ നിന്ന് ഏതാണ്ട് ഇരട്ടിയായി ഇത് വർദ്ധിച്ചതിൻ്റെ ഈ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ജുഡീഷ്യൽ കമ്മീഷന്റെ മുൻപാകെ ഹാജരായപ്പോൾ ഞാനും ഹാജരായതാണ്, ഞാൻ ചോദിച്ചതാണ്. അന്ന് അദാനി കമ്പനിയുടെ പ്രതിനിധികൾ പറഞ്ഞത് അത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ കൊണ്ടാണെന്നാണ്. ഈ കല്ലിന് എന്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് കല്ല് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. ശരിയാണ്, കരാർ അനുസരിച്ച് അങ്ങനെയാണ്. അത് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്നൊക്കെ ബാർജുകളിൽ കൊണ്ടുവരികയായിരിക്കും, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ബാധകമാണ് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. നമുക്കറിയാം, ഇവിടെ കോന്നിയിലും മറ്റും പൂട്ടിപ്പോയ ക്വാറികളെല്ലാം തുറന്ന് ഇത് വിഴിഞ്ഞത്തിന് വേണ്ടിയാണെന്ന് സ്പെഷ്യൽ ബോർഡ് വെച്ച് സംസ്ഥാന സർക്കാർ മുൻകൈയിൽ കല്ലുകൾ എത്തിച്ചു കൊടുത്ത കഥ നമുക്കറിയാം. അത് തിരിച്ച് നമ്മൾ ഇതിൻ്റെ തുകയിലേക്ക് വന്നാൽ അങ്ങനെ 1483 കോടി രൂപ, ഏതാണ്ട് 700 കോടിയോളം എസ്കലേറ്റ് ചെയ്ത തുക, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു 2000 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് 2500 കോടി രൂപ അവർ മുടക്കിയിട്ടുള്ളത്. പിന്നീട് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ട വികസനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് 16,000 കോടി രൂപയുടെ ചെലവ് വരും എന്നുള്ളതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് 15 വർഷത്തേക്ക് സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു വർഷം 1 രൂപയാണ്. നമ്മൾ വല്ലാർപ്പാടത്ത് പോലും നമുക്ക് 33% ഒന്നാം വർഷം മുതൽ കിട്ടുന്ന രീതിയിലാണ് കരാർ. ബാക്കി പലയിടത്തും 39%, 40%. അപ്പോൾ ഈ അവിടെയാണ് 15 വർഷത്തേക്ക് 1 രൂപ, അതിനുശേഷം 1% എന്നുള്ള നിരക്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 2080 വരെ അവർക്കിത് കൈവശം വെക്കാവുന്ന തരത്തിൽ ഈ പോർട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. 1000 കപ്പലുകൾ വന്നുപോയി. ഞാൻ ഏതാണ്ട് ഒരു 23 കിലോമീറ്റർ 25 കിലോമീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. നിങ്ങൾ തിരുവനന്തപുരം നിവാസികളോട് ചോദിച്ചു നോക്കൂ, എത്ര ചരക്ക് നീക്കം നിങ്ങൾ കണ്ടിട്ടുണ്ട്? എന്താണ് നാടിനുണ്ടാകുന്ന ഗുണം എന്നുള്ളത് GST വരുമാനത്തെക്കുറിച്ചൊക്കെ സർക്കാർ പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണ്? പബ്ലിക് എക്സ്ചക്കറിലേക്ക് എത്ര രൂപയാണ് വരുന്നത്? പകരം നിങ്ങൾ വിട്ടുകൊടുത്തത് എന്തെല്ലാമാണ്? ശംഖുമുഖത്ത് സംഭവിക്കുന്നത് എന്താണ്? കോവളത്ത് സംഭവിക്കുന്നത് എന്താണ്? ഫിഷിംഗ് ഹാർബറുകളിൽ സംഭവിക്കുന്നത് എന്താണ്? ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ എന്തോ വലിയ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും ഇതിനു മുമ്പ് നമ്മളോട് സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ വല്ലാർപ്പാടത്തെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ നമ്മൾ അർഹിക്കുന്നില്ലേ എന്നും കൂടി ഞാൻ ഈ ഭരണാധികാരികളോട് ചോദിക്കുകയാണ്. വെല്ലാർപ്പാടത്തിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് കുറഞ്ഞു എന്ന് പറയുന്നു. ഈ അദാനി പോർട്സ് തന്നെ സിലോണിലെ ഒരു പോർട്ടിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീഷൻ, നേരത്തെ വിദേശ പങ്കാളിത്തത്തിൻ്റെ പേരിലുള്ള ടെൻഡറുകൾ തള്ളിക്കളഞ്ഞത്, ഇപ്പോൾ വിദേശ പങ്കാളിത്തം വരുന്നതിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമുണ്ടോ എന്നുള്ളത്, ഇതെല്ലാം ഏതാനും ചിലർ വരുമ്പോൾ കാലം വഴിമാറും എന്ന് പറഞ്ഞതുപോലെ അദാനിക്ക് ഇപ്പോൾ എല്ലാ പാർട്ടികളുടെയും മുന്നിലും രാജ്യത്തെ പൊതുവിഭവങ്ങളുടെ മേളിലും ഉള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കരാർ തൊട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയത്, കരാറിലെ മുഴുവൻ വ്യവസ്ഥകളും രൂപപ്പെടുത്തിയ ശേഷം ബാക്കി കമ്പനികളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ ശേഷം ഇവർക്ക് വിട്ടുകൊടുത്തതാണ് മോർട്ട്ഗേജ് ക്ലോസ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഈ സ്ഥലം പണയം വെച്ച് ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാവുന്ന യെസ് ബാങ്കിൽ നിന്നാണെന്ന് തോന്നുന്നു ഇവരെടുത്തിട്ടുള്ളത്. ആ പ്രൊവിഷനും ഇവർക്ക് കൊടുത്തത് മറ്റ് കമ്പനികൾക്ക്, ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്കൊന്നും ഇല്ലാതിരുന്ന, ഇവർ തന്നെ ആവശ്യപ്പെട്ടിട്ട് നിരസിച്ച ഈ വ്യവസ്ഥ അവസാനം എങ്ങനെയാണെന്ന് അറിയാതെ ലാസ്റ്റ് മൊമെന്റിൽ ഇവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കരാർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവർക്ക് അനുകൂലമായിട്ട് മറ്റൊരു പോർട്ടിലും ഇല്ലാത്തതുപോലെ
ഏകപക്ഷീയമായി അവർക്ക് അനുകൂലമായ വ്യവസ്ഥകളോടുകൂടിയുള്ള ഒരു കരാറാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതിലേ എനിക്ക് സംശയമുള്ളൂ. ശരി, ഏതായാലും താങ്കൾ നേരത്തെ പറഞ്ഞ കണക്കുകളിലെ പിഴവുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുകയും ചെയ്യട്ടെ. വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചതിന്. അദ്ദേഹം പറയുന്നത് ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങൾക്കപ്പുറം അതിന് മറ്റൊരു തലം കൂടിയാണ്, അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. വിഴിഞ്ഞം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പദ്ധതിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഇതിനുശേഷം എങ്ങനെ വരുമെന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഓഹരി കൈമാറ്റം രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുന്നു. അതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് എങ്ങനെയാണ് വിഴിഞ്ഞം പുതിയ ദിശാബോധം നൽകിയതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ഭൂപടത്തിൽ വിഴിഞ്ഞം എങ്ങനെ നിർണായക കേന്ദ്രമായി മാറുന്നു എന്നുകൂടി നോക്കാം. തുറമുഖം കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദുർഗാലക്ഷ്മി തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യൻ സമുദ്ര വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഈ തുറമുഖം വഴിയൊരുക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായതിനാൽ തന്നെ വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കണ്ടെയ്നർ ഗതാഗതത്തിന്റെ ഒരു ഭാഗം വിഴിഞ്ഞത്തേക്ക് മാറിയിട്ടുണ്ട്. ഇതുവഴി ചരക്ക് കൈമാറ്റത്തിനുള്ള സമയവും ചിലവും കുറവാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന് പോലും നേരിട്ടെത്താൻ സാധിക്കുന്ന തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം മറ്റു തുറമുഖങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുറമുഖത്തിന്റെ സ്ഥാനമാണ്. കിഴക്ക് പടിഞ്ഞാറ് അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് സമീപമുള്ള സ്ഥാനം തുറമുഖത്തിന് ആഗോള പ്രാധാന്യമാണ് നൽകുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമാകുന്നതോടെ നേട്ടങ്ങളേറെയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം തുറമുഖം വെറും 18 മാസം കൊണ്ട് 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് റെക്കോർഡിട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിലൊന്നായ MSC തന്നെ വിഴിഞ്ഞത്തിന്റെ പങ്കാളിയാകുന്നതോടെ ബംഗ്ലാദേശ്, കിഴക്കൻ ആഫ്രിക്ക തുടങ്ങിയ വിദേശ വിപണികളിൽ നിന്നുള്ള ഭീമൻ കാർഗോ കപ്പലുകൾ നേരിട്ട് വിഴിഞ്ഞത്തേക്കെത്തും. തുറമുഖത്തിന്റെ ശേഷി 2028ഓടെ 57 ലക്ഷം TEU ആയി ഉയർത്താൻ സഹായിക്കും. പ്രവർത്തനം ആരംഭിച്ച ശേഷം 1000-ലധികം കപ്പലുകളും ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകളും വിഴിഞ്ഞത്തേക്ക് എത്തിയിരുന്നു. ഇതിലൂടെ തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമതയും രാജ്യാന്തര വിശ്വാസ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി പറയേണ്ടത് നേട്ടങ്ങളാണ്. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായുള്ള വളർച്ച. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് എന്നാണ്. സാധാരണയായി വലിയ ചരക്ക് കപ്പലുകൾക്ക് നേരിട്ടെത്താൻ സാധിക്കാത്ത തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകളോ വാഹനങ്ങളോ ചരക്കുകൾ മാറ്റുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഷിപ്മെന്റ്. ഇതോടെ ഇന്ത്യയിൽ ആദ്യമായി വലിയ തോതിൽ ട്രാൻസ്ഷിപ്മെന്റ് സേവനം നടത്തുന്ന തുറമുഖമായി മാറുകയാണ് വിഴിഞ്ഞം. മുൻപ് കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന ചരക്കുകളുടെ ഒരു ഭാഗം ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വൻകിട മദർഷിപ്പുകളുടെ വരവ്. 18,000 മുതൽ 24,000 TEU വരെ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പിന് വരെ വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ സാധിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ആഴം തന്നെ 20 മുതൽ 24 മീറ്റർ വരെയുണ്ട്. അതിനാൽ തന്നെ 350 മുതൽ 450 മീറ്റർ വരെ നീളമുള്ള കൂറ്റൻ കപ്പലുകൾക്ക് ഇവിടെ സുരക്ഷിതമായി കരതൊടാൻ സാധിക്കും. വ്യാവസായിക ഇടനാഴി. വിഴിഞ്ഞത്തെ കേന്ദ്രീകരിച്ച് വ്യാവസായിക ഇടനാഴികൾ, വെയർഹൌസുകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ എന്നിവ വികസിച്ചു വരുന്നു. ഇത് കേരളത്തിലെ കയറ്റുമതി ഇറക്കുമതി ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നു. വരുമാനത്തിലെ വർധനവ്. കപ്പലുകളിൽ നിന്നുള്ള ബർത്ത് ഫീസ്, കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ എന്നിവയിലൂടെ സംസ്ഥാന സർക്കാരിന് മികച്ച നികുതി വരുമാനവും സാമ്പത്തിക വളർച്ചയും ലഭിക്കുന്നു. തൊഴിലവസരങ്ങൾ. തുറമുഖത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിട്ടും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ലോജിസ്റ്റിക്സ്, ഗതാഗതം, വെയർഹൌസ് അനുബന്ധ സേവന മേഖലകൾക്കും ഇത് ഗുണകരമാകും. കേരളത്തിലുള്ള നിക്ഷേപ സാധ്യത. തുറമുഖത്തെ ചുറ്റിപ്പറ്റി വ്യവസായ പാർക്കുകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, വെയർഹൌസുകൾ എന്നിവ വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സഹായിക്കും. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര മത്സരശേഷി വർദ്ധിക്കുന്നു. അന്താരാഷ്ട്ര കിഴക്ക് പടിഞ്ഞാറ് ഷിപ്പിംഗ് പാതയ്ക്ക് വളരെ അടുത്തുള്ള സ്ഥാനം വിഴിഞ്ഞത്തിന് വലിയ നേട്ടമാണ്.
ഇതുവഴി ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്ത് മത്സരശേഷി കൂട്ടാനും ഇത് സഹായിക്കും. ഇപ്പോൾ ഘട്ടം ഘട്ടമായാണ് വിഴിഞ്ഞം വികസിക്കുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ദിശ നൽകുന്ന പദ്ധതിക്കായി വിഴിഞ്ഞം മാറുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വരും വർഷങ്ങളിലെ പ്രകടനമായിരിക്കും. ഇതോടെ വാർത്താ തരംഗം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.